Good morning, my dears. Today our next topic is least cost combination of producers equilibrium. Producers equilibrium എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം maximum satisfaction ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. That means the least cost combination of producers equilibrium. അത് കണ്ടുപിടിക്കണം. അപ്പോൾ least cost combination of producers equilibrium നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം? ഏറ്റവും കുറഞ്ഞ ചിലവിലെ മാക്സിമം പ്രോഫിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷനാണ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷനാണ്. ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓർ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. Then അവിടെ optimum input combination or least cost combination is that combination which produces maximum output at minimum cost. Maximum output at minimum cost. That means maximum input combination or least cost combination is that combination which produces maximum output at minimum cost. That means the optimum or least cost combination is that combination where the average cost of production is the minimum. This is the producer's equilibrium. This can be found out by combining the firm's production function and cost function. The production function is represented by isocon and cost function is represented by isocost. ഇവിടെ നമുക്ക് എന്താണ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്നറിയണം, അതേപോലെ തന്നെ ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻ അറിയണം. ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ വെറുതെ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ മിനിമം. ഏറ്റവും കോസ്റ്റ് മിനിമം ആയിരിക്കുന്ന ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ അങ്ങനെ പറയുക. ഒപ്റ്റിമം ഇൻപുട്ട് കോമ്പിനേഷൻ ഓർ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഈസ് ദാറ്റ് കോമ്പിനേഷൻ വിച്ച് പ്രൊഡ്യൂസേഴ്സ് മാക്സിമം ഔട്ട്പുട്ട് അറ്റ് എ മിനിമം കോസ്റ്റ്. അപ്പോൾ എന്താ ഒപ്റ്റിമം കോമ്പിനേഷൻ എന്ന് പറയുന്നത്? ഒപ്റ്റിമം കോമ്പിനേഷൻ ഓർ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മാക്സിമം ഔട്ട്പുട്ട് അറ്റ് എ മിനിമം കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. അവിടെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം മാക്സിമം ഔട്ട്പുട്ടും മറ്റ് മിനിമം കോസ്റ്റ് എന്ന്. അപ്പോൾ ഔട്ട്പുട്ട് കോമ്പിനേഷൻ അവിടെ ആവറേജ് കോസ്റ്റ് ആണ്. ദിസ് ക്യാൻ ബി ഫൗണ്ടഡ് ബൈ കോമ്പിനേഷൻ ഓഫ് ഫേംസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ. ഇത് മനസ്സിലാവണമെങ്കിൽ ഇതിൽ ഏറ്റവും മാക്സിമം ഔട്ട്പുട്ടും കിട്ടണം, മിനിമം കോസ്റ്റും കിട്ടണം. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനും കോസ്റ്റ് ഫംഗ്ഷനും കണ്ടോ, പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ കോസ്റ്റ് ഫംഗ്ഷനും കൂടെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷനും കോസ്റ്റ് ഫംഗ്ഷനും കൂടെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് അറ്റ് മിനിമം കോസ്റ്റ്. ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം. ഇതിനെയാണ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മാക്സിമം ഔട്ട്പുട്ട് അറ്റ് മിനിമം കോസ്റ്റ് ഓർ ദാറ്റ് മേ ക്ലോസ്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് കോസ്റ്റ് ഫംഗ്ഷൻ. ദെൻ ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയും കോസ്റ്റ് ഫംഗ്ഷനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഏറ്റവും കുറഞ്ഞ ചിലവിൽ മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡക്ഷൻ ഫംഗ്ഷന് അറിയാനായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഐസോകോൺസിനെ കുറിച്ച് പഠിച്ചു. ഐസോകോൺസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 ഇൻപുട്ട് വേരിയബിൾ. 2 ഇൻപുട്ട് വേരിയബിളിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമ്മൾ ഐസോകോണിൽ പഠിച്ചു. അതേസമയം കോസ്റ്റ് ഫംഗ്ഷൻ പഠിക്കാനായിട്ട് നമ്മൾ ഇതുകൂടെ പഠിക്കണം, ഐസോകോസ്റ്റ് കർവ് കൂടെ പഠിക്കണം. ഈ ഐസോകോസ്റ്റ് കർവും ഐസോകോണ്ട് കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മളോട് എന്ത് പറയുക? പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയാം. ദെൻ എന്താ ഐസോകോസ്റ്റ് കർവ് ഇൻ്റർസെക്റ്റ് ദ ഐസോകോണ്ട് കർവ്. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. എത്ര കോസ്റ്റിൽ നമ്മുടെ 10,000 രൂപയുള്ളൂ വെച്ചാൽ 10,000 രൂപയിൽ മാക്സിമം നമുക്ക് എത്ര പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കോസ്റ്റ് 10,000 എന്ന് പറയുന്നതിൽ ഫിക്സ് ചെയ്തേക്കാണ്. അതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതും കൂടെ ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് assumptions of the principles of least cost combination. Principle of least cost combination is based on the following assumptions. First one is capital and labor are the 2 factors involved in the production. അതായത് ക്യാപിറ്റലും ലേബറും
അസംഷൻസ് ഓഫ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അതിനെയാണല്ലോ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ്റെ അസംഷൻസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. First one is capital and labor are the two factors involved in the production. Then second point is all the units of both the factors are homogeneous. The prices of the input factors are given. The total money outlay is also given. There is a perfect competition in the factor market. In order to analyze producers equilibrium, the firm should combine its isocont and isocost line. ഒരു പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഐസോകോണ്ട് കർവും ഐസോകോസ്റ്റ് കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ഓർ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളവിടെ എഴുതി വയ്ക്കുക വിച്ച് കോമ്പിനേഷൻ അല്ല എന്താണ് ഐസോകോണ്ട് കർവ് അല്ല ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത്. Optimum input combination or least cost combination which produces maximum output at minimum cost, then produces maximum output at minimum cost. That means the optimum or least cost combination is the combination where the average cost of production is the minimum. This is the producer's equilibrium. The next one is isocost curve. എന്താണ് ഇനി ഐസോകോസ്റ്റ് കർവ് എന്ന് നോക്കാം. ഐസോകോസ്റ്റ് കർവും ഐസോകോണ്ട് കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ് നമുക്ക് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് മാക്സിമം പ്രോഡക്റ്റ് അറ്റ് മിനിമം കോസ്റ്റ്. അപ്പോൾ ദെൻ നെക്സ്റ്റ് നമ്മൾ അവിടെ എന്ത് പഠിക്കണം? ഐസോകോസ്റ്റ് ലൈൻ ഓർ ഐസോകോസ്റ്റ് കർവ് പഠിക്കണം. അപ്പോൾ എന്താണ് ഐസോകോസ്റ്റ് കർവ് നോക്കാം. then അവിടെ നോട്ട് ചെയ്യാം. an isocost line indicate the different combination of two factors which the firm can buy at given prices with a given amount of money. Then an isocost line indicate different combination of two factors which the firm can buy at given prices with a given amount of money. അതായത് അവിടെ പറയുന്നത് in order to select the optimum quantity of input, the firm has to consider their quantities and their prices. Factors of production are also available at the prices. Therefore, their price and amount of money which the firm wants to spend has to taken into consideration. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഞാൻ കാണിച്ചു തരാം. അതായത് ഐസോകോസ്റ്റ് ലൈനിൽ അതായത് ലേബറും ക്യാപിറ്റലും ഈ ലേബറും ക്യാപിറ്റൽ ആദ്യം 5,000 6,000 5,000 6,000 7,000 ഇതാ ഇവിടെ L1 K1 L2 K2 L3 K3 ഇതാണ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ ഡിഫറെൻറ്റ് കോമ്പിനേഷനിലെ ലേബറും ക്യാപിറ്റലും തമ്മിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് ഈ ഫേമിന് 5,000 റുപ്പീസ് ചിലവഴിക്കാം എന്ന് തീരുമാനിക്കണം, 6,000 റുപ്പീസ് ചിലവഴിക്കാൻ തീരുമാനിക്കണം, 7,000 റുപ്പീസ് ചിലവഴിക്കാൻ തീരുമാനിക്കണം. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുമ്പോൾ എത്ര രൂപ എക്സ്പെൻസ് ഉണ്ടാവും എന്നതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഇതിൽ ഇത്ര ലേബർ വേണം, ഇങ്ങനെ ഓരോന്നിനും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്. ഇതിലേത് വേണം എന്നുള്ളത് അവർക്ക് ഓപ്റ്റ് ചെയ്യും, എത്ര ലേബർ വേണം എത്ര ക്യാപിറ്റൽ വേണം എന്നൊക്കെ തീരുമാനിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പിനേഷനെയാണ് ഐസോകോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. An isocost line indicates the different combination of two factors which the firm can buy at given prices with a given amount of money. It shows all the combinations of labor and capital that the firm can purchase with a given outlay and at a given prices. Thus, isocost shows the price of two factors and the total amount of money to be spent. Then, ഇനി നമ്മളോട് പറയുന്നത് സെലക്ഷൻ ഓഫ് ദ ഒപ്റ്റിമം ഓർ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ 5,000 റുപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാം, 5,000 റുപ്പീസ് ചിലവഴിക്കാം, 6,000 റുപ്പീസ് ചിലവഴിക്കാം, അല്ലെങ്കിൽ 7,000 റുപ്പീസ് ചിലവഴിക്കാം. ഇതിനുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ലേബറും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സെലക്ഷൻ ഓഫ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓർ ഒപ്റ്റിമം കോമ്പിനേഷനാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഐസോകോണ്ട് കർവും ഐസോകോസ്റ്റ് കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ദെൻ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുക. ദെൻ ഇവിടെ നമുക്കൊരു സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം, ഇവിടെ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം കോമ്പിനേഷൻ.
സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം കോമ്പിനേഷൻ. ഈ സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം കോമ്പിനേഷനിൽ ഞാനിവിടെ ഫസ്റ്റ് പോയിന്റിൽ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ മുൻപേ കർവ് രൂപത്തിൽ, ഇതൊക്കെ ഐസോകോൺസ് ആണ്. ഐസോകോണ്ട് കർവുകൾ 1000 യൂണിറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ 1250 യൂണിറ്റ് തന്നിട്ടുണ്ട്, ദെൻ 1500 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം തന്നെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്, അതായത് ഡിഫറെൻറ്റ് ഐസോകോൺസുകളാണ്. ഐസോകോണ്ട് 1, Q1, Q2, Q3 ഇങ്ങനെ ഐസോകോൺസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ ലേബർ, ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഇവിടെ ക്യാപിറ്റൽ ലേബർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നമ്മൾ മുൻപ് പഠിച്ചതാണ്. ഐസോകോണ്ട് കർവ് എന്താണെന്ന്. ഐസോകോണ്ട് കർവ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര രൂപയാണ് ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഐസോ കോസ്റ്റുകളാണ്. 5000 ആണോ, 6000 ആണോ, 7000 ആണോ? നമ്മൾ 5000 ആണ് എന്നുണ്ടെങ്കിൽ അതിന് തമ്മിലുള്ളൊരു കോമ്പിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യണത്. ദെൻ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം, 5000 റുപ്പീസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് 5000 റുപ്പീസാണ്. ഈ 5000 റുപ്പീസിലെ കോമ്പിനേഷൻ എടുത്ത് നോക്കുമ്പോൾ ഏതിലാണത് ഏറ്റവും കൂടുതൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ദെൻ ഇതായിരിക്കും അവിടെ എന്ത് ചെയ്യാം, ലീസ്റ്റ് ക്യാപിറ്റൽ ആൻഡ് ലേബർ. അപ്പോൾ 5000 റുപ്പീസ് കൊണ്ട് Q2 എന്ന് പറയുന്നതിൽ 1250 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പ്രോഫിറ്റും അതേസമയം മാക്സിമം ഔട്ട്പുട്ടും മിനിമം കോസ്റ്റിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഏത് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്? 1000 യൂണിറ്റ് കിട്ടുന്ന കോമ്പിനേഷനാണോ, 1250 കിട്ടുന്ന കോമ്പിനേഷനാണോ, 1500 കിട്ടുന്ന കോമ്പിനേഷനാണോ സെലക്ട് ചെയ്യേണ്ടത്? അപ്പോൾ 5000 രൂപയ്ക്ക് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റ് കോമ്പിനേഷൻ ഉണ്ട്, അത് വരച്ച് നോക്കുക. അപ്പോൾ 1250 എന്ന് പറയുന്ന കോമ്പിനേഷനാണ് അവർക്ക് 5000 റുപ്പീസിന് കോസ്റ്റും അതേപോലെ തന്നെ കോൺസും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കാം. അവിടെയാണ് നമ്മൾ എന്താ പറയുക, സെലക്ഷൻ ഓഫ് ഒപ്റ്റിമം ഓർ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓർ ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്സ്. ഈ പോയിന്റിനെയാണ് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ പോയിന്റിന് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 വേരിയബിൾ വെച്ചിട്ട് നമ്മൾ നോക്കി. ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 വേരിയബിൾ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ 2 വേരിയബിൾ വെച്ച് ഐസോ കോൺസിനെ കുറിച്ച് പഠിച്ചു, ഐസോ കോസ്റ്റിനെ കുറിച്ച് പഠിച്ചു, ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞു, ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഐസോ കോണ്ടും ഐസോ കോസ്റ്റും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് എന്ന് പറയുക. ദാറ്റ് ഗീവ്സ് മാക്സിമം പ്രൊഡക്ഷൻ അറ്റ് മിനിമം കോസ്റ്റ്, ദാറ്റ് ഈസ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് പ്രൊഡക്ഷൻ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ തന്നെ then first one is short run production function, then next one is long run production function. Returns to scale, long run production function or returns to scale എന്നുള്ള പേരിലാണ് നമുക്കത് പഠിക്കാനുള്ളത്. Returns to scale or long run production function. Next one, long run. Long run production function. Long run production function. Long run production function returns to scale is long run production function. In the long run there is no distinction between fixed factors and variable factors. In other words, all factors are variable in the long run. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ എന്ത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ 1 ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം കൂട്ടി നോക്കിക്കൊണ്ട് പ്രൊഡക്ഷനിലെ ഔട്ട്പുട്ടിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നു എന്ന് പഠിക്കുന്നതിനെയാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യം ഇൻക്രീസിങ് റിട്ടേൺസും, സെക്കൻഡ് ഡിക്രീസിങ് റിട്ടേൺസും, തേർഡിൽ നമുക്ക്
ഇൻക്രീസ് ഇൻ റിട്ടേൺസ്, ഡിക്രീസ് ഇൻ റിട്ടേൺസ് ആൻഡ് നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലോങ് റണ്ണിൽ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഫിക്സഡ് ഫാക്ടേഴ്സോ വേരിയബിൾ ഫാക്ടേഴ്സോ ഒന്നും തരംതിരിക്കാതെ ഫിക്സഡ് ഫാക്ടേഴ്സ് ആയാലും വേരിയബിൾ ഫാക്ടേഴ്സ് ആയാലും എല്ലാം വേരിയബിളാണ്. അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? all input factors are variable. All input factors are variable. So constant returns to scale long run production function. Returns to scale is long run production function. In the long run there is no distinction between fixed factors and variable factors. In other words, all factors are variable. എല്ലാം വേരിയബിൾ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. റിട്ടേൺസ് ടു സ്കെയിൽ ഇതെങ്ങനെയാണ് നോക്കാം നമുക്ക്. റിട്ടേൺസ് ടു scale. Returns to scale എന്നുള്ളത് returns to scale refers to changes in returns caused by proportionate change in all inputs. In other words, it explains the changes in returns caused by changes in scale of production. ഒന്നുകൂടെ പറയാം. Returns to scale refers to changes in returns caused by proportionate changes in all inputs. That means it explains the changes in returns caused by changes in the scale of production. If production is to be increased, that can be done by increasing all factors proportionately. അതായത് ലേബർ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും മെഷീനറീസ് ആണെങ്കിലും എല്ലാം എന്താണ്, എല്ലാം അതായത് 1:2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്തൊക്കെ ചേഞ്ച് 1:2 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിൽ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാ ചേഞ്ചസും 1:2 എന്നെടുക്കാം, 2:4 എന്നെടുക്കാം, 2:4 എന്നെടുക്കാം, അതേപോലെ 3:6 എന്നെടുക്കാം. ഇതിൻ്റെ എല്ലാം ബേസിക് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:2 തന്നെയായിരിക്കും. അപ്പോൾ പ്രൊപ്പോർഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ ക്വാണ്ടിറ്റീസ് കൂട്ടി എടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ലോങ് റൺ എന്ന് പറയുന്നത്. എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വേരിയബിളാണ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? റിട്ടേൺസ് ടു സ്കെയിൽ റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ റിട്ടേൺസ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ റിട്ടേണിൽ ചേഞ്ച് വരാം, കോസ്ഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ചസ് ഇൻ ഓൾ ഇൻപുട്ട്. ആനുപാതികമായിട്ട് എല്ലാ ഇൻപുട്ടിലും ചേഞ്ച് വരുത്തുന്നതിനെയാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുക. ഒന്നുകൂടെ പറയാം. റിട്ടേൺസ് ടു സ്കെയിൽ റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ റിട്ടേൺസ് കോസ്ഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ചസ് ഇൻ ഓൾ ഇൻപുട്ട്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ചേഞ്ചസ് ഇൻ റിട്ടേൺസ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. Then when the scale of production changes, returns to changes differently. Here first stage is increase in returns to scale, second stage is constant returns to scale, and third is diminution returns to scale. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഒന്ന് നോക്കാം. ഡിഫറെൻറ്റ് കോമ്പിനേഷനിലെ സ്കെയിൽ 1, 2, 3, 4, 5, 6, 7, 8. ആദ്യം എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് ലേബർ, നമ്പർ ഓഫ് മെഷീൻസ്. ദെൻ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യാണ്. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെയാണെങ്കിൽ 2, 4, 6, 8, 10, 12, 14, 16. അതായത് ഒരു എന്ത് 2:4 എന്ന് പറഞ്ഞാലും 1:2 ആണ്, 3:6 എന്ന് പറയുമ്പോഴും 1:2 ആണ്, 4:8 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1:2 ആണ്. അതായത് ഇത് ബേസാണ്. ഫസ്റ്റ് കോമ്പിനേഷനിൽ 1 ലേബറും നമ്പർ ഓഫ് മെഷീൻസ് 2 ആയിട്ട് എടുക്കുകയാണ്. ടോട്ടൽ റിട്ടേൺ എന്താണെന്ന് നോക്കാം. ടോട്ടൽ റിട്ടേണിൽ 4, 10, 18, 28, 38, 48, 56, 62. Marginal returns. Marginal returnsile 4, 6, 8, 10, 10, 10, 8, 6. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വേരിയബിളാണ്. അപ്പോൾ ഫിക്സഡ് ഫാക്ടേഴ്സ് മാത്രം നോക്കേണ്ട കാര്യമില്ല. ഫിക്സഡ് ഫാക്ടേഴ്സും ഫിക്സഡ് ഇൻപുട്സും അതുപോലെ തന്നെ വേരിയബിൾ ഇൻപുട്സും എല്ലാം ലോങ് റണ്ണിൽ എന്താണ്
വാരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വാരി ചെയ്യുന്നത് വേരിയബിൾ പ്രൊപ്പോർഷനല്ല, സെയിം പ്രൊപ്പോർഷനിലുള്ള വേരിയേഷനാണ് സംഭവിക്കുന്നത്. ഇതാണ് പ്രത്യേകത. അതായത് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സ്കെയിൽ 1, 2, 3, 4, 5, 6, 7, 8. സെയിം ടൈം നമ്പർ ഓഫ് ലേബർ 1 എന്നുള്ളത് 2 ആയി, 2 3, 3 4, 4 5, 6, 7, 8 ഇങ്ങനെ ലേബർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സെയിം ടൈം മെഷീൻ എന്ന് പറയുന്നത് 1:2 എന്ന് പറയുന്ന അതേ പ്രൊപ്പോർഷനിൽ തന്നെ 2 ഉള്ളത് 4, 6, അതായത് 2 എണ്ണം വെച്ചിട്ടാണ് മെഷീൻ കൂടുന്നത്, 1 വെച്ചിട്ടാണ് ലേബർ കൂടുന്നത്. ഇപ്പം നമ്മൾ 8:16 എന്ന് പറയുമ്പോഴും അത് എന്ത് തന്നെയാണ്, പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:2 എന്ന് പറയുന്ന സെയിം പ്രൊപ്പോർഷനിലാണ് ഇത് കിടക്കുന്നത്. 6:12, 1:2, 7:14, that is 1:2, 8:16, 1:2, 4:8, 1:2. ഇതിൽ ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അവിടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ദെൻ 1:2 എന്ന് പറയുന്ന ബേസിലാണ് അതിൻ്റെ പ്രൊപ്പോർഷൻ. ഇനി ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഏത് പ്രൊപ്പോർഷൻ എടുക്കുമ്പോഴും ഫസ്റ്റ് പ്രൊപ്പോർഷനിൽ ടോട്ടൽ ഔട്ട്പുട്ട് 4, സെക്കൻഡ് പ്രൊപ്പോർഷൻ ടോട്ടൽ ഔട്ട്പുട്ട് 10, അതായത് 2, 4 എന്ന അനുപാതത്തിലേക്ക് വന്നപ്പോഴേക്കും 10 യൂണിറ്റായിട്ട് അത് ഇൻക്രീസ് ചെയ്തു. പിന്നെ 18 യൂണിറ്റായിട്ട് ഇൻക്രീസ് ചെയ്തു. 28 യൂണിറ്റ്, 38 യൂണിറ്റ്. ഇവിടെയൊക്കെ 4, 6, 8 എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആണ്, ഇവിടെ ഡിക്രീസിങ് റിട്ടേൺസ് ആണ്. അപ്പോൾ ഇവിടെയും ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം, 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിൻ്റെ റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്ന് പഠിക്കാനാണ്. അതായത് ഈ ഇൻപുട്ട് ഫാക്ടേഴ്സ് വാരി ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇൻപുട്ട് ഫാക്ടേഴ്സ് എല്ലാം വാരി ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ടിൽ എത്രമാത്രം വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നറിയാനാണ്. അപ്പോൾ തന്നെ അവിടെ 3 പ്രൊപ്പോർഷനിലും ഇവിടെ മാർജിനൽ റിട്ടേൺസ് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇവിടെ ഇൻക്രീസിങ് റിട്ടേൺസ് ആണ്. സെക്കൻഡ് സ്റ്റേജിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആണ്. തേർഡ് സ്റ്റേജിൽ ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്. ഇവിടെ ആകുമ്പോഴേക്കും എന്താ വരിക, ദറ്റ് ഈസ് എ ഡിക്രീസിങ് റിട്ടേൺസ്. അപ്പോൾ 3 ഏതൊക്കെയാണ്, ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആൻഡ് ഡിക്രീസിങ് റിട്ടേൺസ്. ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസിങ് റിട്ടേൺസ്, സെക്കൻഡ് സ്റ്റേജിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്. അപ്പോൾ ഈ റിട്ടേൺസ് ടു സ്കെയിൽ പഠിക്കുകയാണ്. റിട്ടേൺസ് ടു സ്കെയിൽ എങ്ങനെയാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസിൽ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസിങ് റിട്ടേൺ, സെക്കൻഡ് സ്റ്റേജിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺ, തേർഡ് സ്റ്റേജിൽ ഡിക്രീസിങ് റിട്ടേൺ ഓർ ഡിമിനിഷിങ് റിട്ടേൺ. ഡിക്രീസിങ് റിട്ടേൺസ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഇതിനെ ഇൻക്രീസിങ് ഓർ ഡിമിനിഷിങ് റിട്ടേൺസ് എന്നുള്ള പേരിലും അറിയപ്പെടും. ഡിമിനിഷിങ് റിട്ടേൺസ്. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ മാർജിനൽ റിട്ടേൺസ് കൂടെ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ then അവിടെ എന്താണ്, then സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, then marginal returns, then അവിടെ increasing returns, constant return, decreasing returns. അല്ലോ increasing returns, increasing returns, constant return, and diminishing returns. അപ്പോൾ 3 സ്റ്റേജാണ് ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്നതാണ്. ദെൻ റിട്ടേൺസ് ടു സ്കെയിലിൽ നമുക്കറിയാം സ്റ്റേജസ് ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇൻക്രീസിങ് റിട്ടേൺസ്, സെക്കൻഡ് സ്റ്റേജ് ഈസ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്, തേർഡ് സ്റ്റേജ് ഈസ് ഡിക്രീസിങ് റിട്ടേൺസ്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടതില്ലേ എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് മനസ്സിലായി, അതേപോലെ തന്നെ എന്താണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് മനസ്സിലായി. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമ്പാരിസൺ ബിറ്റ്വീൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആൻഡ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് ഈ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയും അതേപോലെ തന്നെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബോത്ത് ലോസ് ആർ സ്റ്റഡിയിങ് ദ ബിഹേവിയർ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് അണ്ടർ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. അതായത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെങ്കിലും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെങ്കിലും എന്തിനെക്കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്, ചില പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. ബോത്ത് ലോസ് ആർ സ്റ്റഡിയിങ് ദ ബിഹേവിയർ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് അണ്ടർ ദി സെറ്റ് ഓഫ് കണ്ടീഷൻസ്.
സെക്കൻഡ് വൺ പറയുന്നത് ബോത്ത് മെഷർ ഔട്ട്പുട്ട് ഇൻ ഫിസിക്കൽ ടേംസ്. ഇതെല്ലാം ഒരു ഫിസിക്കൽ ടേംസിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കണം. തേർഡ് വൺ, ഇൻ ബോത്ത് ദ ലോസ് ഇറ്റ് അസ്യൂംഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി റിമെയിൻ അൺചേഞ്ച്ഡ്. ഇൻ ബോത്ത് ലോ ബിഹേവിയർ ഓഫ് ഔട്ട്പുട്ട് ഈസ് സ്റ്റഡിഡ് ഇൻ 3 phases. 2 സ്റ്റേജിലും 3 phases ആയിട്ടാണ് റിട്ടേൺസ് ടു സ്കെയിൽ പഠിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിംഗ് റിട്ടേൺസ്, നെഗറ്റീവ് റിട്ടേൺസ് ആണ്. ദെൻ ഇവിടെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്, ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയുന്ന രീതിയിലാണത് കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, അതിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്, what is the difference between law of variable proportion and law of returns to scale. law of variable proportion എന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും law of returns to scale എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും. ഞാൻ ഓരോന്നായിട്ട് പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഈസ് law of variable proportion is short run. law of variable proportion എന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷനാണ്. law of returns to scale എന്ന് പറയുന്നത് ലോങ് റൺ. അപ്പോൾ 2 ലോയും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? law of variable proportion is a short run production function. law of returns to scale എന്ന് പറയുന്നത് law of returns to scale എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി law of variable proportionലെ ഓൺലി 1 factor is variable. ഷോർട്ട് റണ്ണിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓൺലി 1 input factor is variable. ദെൻ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. അവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. നിങ്ങൾ കുറിച്ച് വെക്കുന്നെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഷോർട്ട് റൺ law of variable proportion is a short run production function. Then law of returns to scale എന്ന് പറയുന്നത് long run production function. law of variable proportionലെ only 1 factor is variable. Then law of returns to scale all factors are variable. Third point, factor of proportion. Then factor proportion is varied. law of variable proportionലെ 1:2 എന്നുള്ളത് 3:5 അങ്ങനെ ഓരോ പ്രൊപ്പോർഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് വാരിയഡ്. ദെൻ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഫാക്ടർ പ്രൊപ്പോർഷൻ, അതായത് 8:16 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പോൾ ഇവിടെ ലോങ് റണ്ണിലെ ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് നോട്ട് വാരിയഡ്, കണ്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റീസൺസ് ഫോർ ഓപ്പറേഷൻ ഓഫ് ലോ. 3ലും phase 1, phase 2, phase 3 ഉണ്ട്. ദെൻ അവിടെ ഫസ്റ്റ് സ്റ്റേജസ് ഇൻ ഇൻക്രീസിങ് റിട്ടേൺസ്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ സ്റ്റേജ് ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. ഇവിടെയാണെങ്കിൽ സെയിമിലും ഇൻക്രീസിങ് റിട്ടേൺസ്, ദാറ്റ് ഈസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. ദെൻ സെക്കൻഡ് വണ്ണിൽ പറയുന്നത് സ്റ്റേജ് ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, ഇവിടെ പറയുന്നത് സ്റ്റേജ് ഓഫ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ്. ആൻഡ് ലാസ്റ്റ് വൺ പറയുന്നത് ദെൻ സ്റ്റേജ് ഓഫ് നെഗറ്റീവ് റിട്ടേൺ ആൻഡ് സ്റ്റേജ് ഓഫ് ഡിക്രീസിങ് റിട്ടേൺ. അപ്പോൾ ഞാനതൊന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അപ്പോൾ ഇതാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അത് മനസ്സിലായിട്ടുണ്ടാവും. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ എന്താ പറയുന്നത്? റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ എന്താണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടേൺസ് ടു സ്കെയിൽ റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ റിട്ടേൺസ്. റിട്ടേണിൽ ചേഞ്ചസ് സംഭവിക്കാം. ചേഞ്ചസ് ഇൻ റിട്ടേൺസ് കോസ്ഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ചസ് ഇൻ ഓൾ ഇൻപുട്ട്. അപ്പോൾ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ റിട്ടേൺസ് കോസ്ഡ് ബൈ പ്രൊപ്പോർഷണേറ്റ് ചേഞ്ചസ് ഇൻ ഓൾ ഇൻപുട്ട്. ദാറ്റ് ഈസ് ഇറ്റ് എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ റിട്ടേൺസ് കോസ്ഡ് ബൈ ചേഞ്ചസ് ഇൻ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ദെൻ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഈ റിട്ടേൺസ് ടു സ്കെയിലിൻ്റെ പ്രത്യേകത എന്താണ്? ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് സെയിം. 1, 2, 2, 4, 3, 6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ കൂട്ടുന്നുണ്ട്? ലേബർ കൂട്ടുന്നുണ്ട്. അതേ പ്രൊപ്പോർഷനിൽ തന്നെ മെഷീൻ്റെ പ്രൊപ്പോർഷൻ എന്താണോ, ലേബറും മെഷീനും തമ്മിലുള്ള പ്രൊപ്പോർഷൻ എന്താണോ, ആ സെയിം പ്രൊപ്പോർഷനിൽ തന്നെയാണ് നമ്മൾ എന്ത് ഇൻക്രീസ് ചെയ്യുന്നത്? ലേബറും അതേസമയം മെഷീനും സെയിം പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം ടൈം അതിൻ്റെ ടോട്ടൽ എന്താണെന്ന് നോക്കാം. ടോട്ടൽ 4, 10, 18, 28, 38, 48 അതിൻ്റെ ടോട്ടൽ നമുക്ക് കിട്ടി. ദെൻ മാർജിനൽ റിട്ടേൺസ് കൂടെ നമ്മൾ നോക്കി. മാർജിനൽ റിട്ടേൺസ്. ദെൻ അതിൻ്റെ റിസൾട്ട് റിട്ടേൺസ് ടു സ്കെയിൽ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസിങ് റിട്ടേൺസും സെക്കൻഡ് സ്റ്റേജിൽ
കോൺസ്റ്റൻറ്റ് റിട്ടേൺസും തേർഡ് സ്റ്റേജിൽ ഡിമിനിഷിങ് റിട്ടേൺസും ആണ്. ദെൻ ഇവിടെ ഇതിൻ്റെ ഗ്രാഫിക് പ്രസൻറ്റേഷനിൽ കാണിക്കുകയാണെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺസ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇങ്ങനെ 3 സ്റ്റേജസിലൂടെയാണ് ലോങ് റൺ പ്രൊഡക്ഷൻ. അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ദെൻ ഇനിയിപ്പോൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആൻഡ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആൻഡ് റിട്ടേൺസ് ടു സ്കെയിൽ. റിട്ടേൺസ് ടു സ്കെയിൽ, അതായത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും റിട്ടേൺസ് ടു സ്കെയിലും തമ്മിലുള്ള വാട്ട് ഈസ് ദ ഡിഫറൻസ്. ഇതെന്താണ് ഡിഫറൻസ്? ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ലോ എന്താണ്? ഇത് ഷോർട്ട് റൺ ആണ്. ഷോർട്ട് റൺ. ഇവിടെയാണെങ്കിൽ ലോങ് റൺ. കണ്ടോ, ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. അതായത് ഈ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമാണ് പഠിച്ചത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് second one is variability. One input factor is variable. One input factor is one input. ഇവിടെ ഒരു ഇൻപുട്ട് ആണ്. One input factor is variable. One input factor is variable. Then ഇവിടെയാണെങ്കിൽ റിട്ടേൺസ് ടു സ്കെയിലിലെ all input factors are variable. All inputs are വേരിയബിൾ. അതായത് ഫിക്സഡ് ആണെങ്കിലും വേരിയബിൾ ആണെങ്കിലും എല്ലാം ലോങ് റണ്ണിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് വാരിയഡ്. ഫാക്ടർ പ്രൊപ്പോർഷൻ വാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് വാരിഡ്. ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് വാരിഡ്. ഇവിടെയാണെങ്കിൽ റിട്ടേൺസ് ടു സ്കെയിലിൽ എന്താണ്? ഫാക്ടർ പ്രൊപ്പോർഷൻ അല്ല. ഇവിടെയാണെങ്കിൽ ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഫാക്ടർ പ്രൊപ്പോർഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി റിട്ടേൺസ് ടു സ്കെയിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, റിട്ടേൺസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻക്രീസിങ് റിട്ടേൺസ് 3 ഫേസസ് ആണ്. ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ് ആൻഡ് തേർഡ് വരുമ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺ, നെഗറ്റീവ് റിട്ടേൺസ്. റിട്ടേൺസ് ടു സ്കെയിൽ പഠിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റിൽ വരുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് എന്ന് പറയുന്നത് എക്കോണമീസ് ഓഫ് സ്കെയിലാണ്. നമുക്ക് ബെനിഫിറ്റാണ് ഇൻക്രീസിങ് റിട്ടേൺസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസിങ് റിട്ടേൺസ്, ദെൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺസ്. അപ്പോൾ 3 തരത്തിൽ ഇതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആൻഡ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ. ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് വാരിയഡ്. ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് നോട്ട് വാരിയഡ്. അതായത് ഫാക്ടർ പ്രൊപ്പോർഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. Then 3 phases ആണ്. That means increasing returns, diminishing returns, negative returns. This is the difference between law of variable proportion and constant returns to scale. പിന്നെ നമുക്ക് പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. എങ്ങനെയാണ് നമുക്കൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ആണ്. മിനിമം കോസ്റ്റ് മാക്സിമം പ്രൊഡക്ഷൻ, ദറ്റ് ഈസ് ദ പോയിന്റ് ഈസ് കോൾഡ് ആസ് ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ. ഈ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഐസോ കോണ്ട് കർവുകളും ഐസോ കോസ്റ്റ്
കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ ഓർ ഓപ്റ്റിമം കോമ്പിനേഷൻ. ഇതായിരുന്നു ഫസ്റ്റ് ടോപ്പിക്ക്, ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷനും ഐസോ കോസ്റ്റും. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്താ പഠിച്ചിരിക്കുന്നത്, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. എല്ലാ ഇൻപുട്ട് ഫാക്ടേഴ്സും വേരിയബിൾ ആണ്. ഫാക്ടർ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതാണ് അവിടെ സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ദെൻ അത് രണ്ടും പറഞ്ഞതിന് ശേഷം അതിൻ്റെ കമ്പാരിറ്റീവ് സ്റ്റഡി എടുത്തു. ആ കമ്പാരിസൺ എന്താണെന്ന് നോക്കി. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനും ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിലും. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിലെ വൺ ഇൻപുട്ട് ഫാക്ടർ ഈസ് വേരിയബിൾ. ദെൻ ഇവിടെ ഓൾ ഇൻപുട്ട് ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. Then third point le factor proportion is varied, factor proportion is constant. Then increasing returns, three phases aanu, that is increasing returns, diminishing returns, negative returns. Long run production ne sambandhichidatolam increasing returns, constant returns and diminishing returns. Then what is the difference between law of variable proportion and law of returns to scale. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോടുകൂടി ലോ ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ കംപ്ലീറ്റ് ആവാണ് കേട്ടോ. അപ്പോൾ ലോ ഓഫ് പ്രൊഡക്ഷനിലെ നമ്മൾ പഠിച്ചിരിക്കുന്ന പോയിന്റുകൾ, ലോ ഓഫ് വേരിയബിൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചു, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചു, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 2 ഇൻപുട്സ് വെച്ചിട്ടതും പഠിച്ചു. അപ്പോൾ അതോടുകൂടി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വ്യക്തമായിട്ടത് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്താണെന്ന് കൂടെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.